ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഒരു വിദേശ കരിയർ സ്വപ്നം കാണുന്നവരുടെ ഇഷ്ടരാജ്യമാണ് ഫ്രാൻസ്. ശക്തമായ സമ്പദ് വ്യവസ്ഥയും വൈവിധ്യമാർന്ന വ്യാവസായിക അന്തരീക്ഷവുമുള്ള ഫ്രാൻസ് വിവിധ മേഖലകളിലുടനീളം പരിചയസമ്പന്നരായ വിദേശ തൊഴിലാളികളെ തേടുകയാണ്. ഫ്രാൻസിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കുവാനും ആ പ്രകൃതി സൗന്ദര്യത്തിന്റെ മാസ്മരികതയിൽ ജീവിതം കെട്ടിപ്പടുക്കുവാനായി സ്വപ്നം കാണുന്നവർക്കായി എങ്ങനെ ഫ്രാൻസിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കാം, ഫ്രാൻസിൽ ഉയർന്ന ഡിമാൻഡുള്ള ജോലികൾ ഏതൊക്കെ, വിസ നേടുവാനുള്ള വഴികൾ ഏതൊക്കെ എന്നിവയെ കുറിച്ചൊക്കെ മാർഗനിർദ്ദേശം നൽകുവാൻ ശ്രമിക്കുന്ന ഏതാനും ഇൻഫർമേഷൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 2023 സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ അനുസരിച്ച് ഫ്രാൻസിൽ 2.4% ജോലി ഒഴിവുകൾ ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് പ്രധാന വ്യവസായങ്ങളിലെ തൊഴിലാളി ക്ഷാമം ഉയർത്തിക്കാട്ടുന്നതും ഏതാനും മേഖലകളിൽ കൂടുതൽ പ്രൊഫഷണലുകളെ തേടുന്നതായും രേഖപ്പെടുത്തി കാണുന്നു. ഈ മേഖലകൾ ഏതൊക്കെ എന്ന് ഞാൻ ഇവിടെ വിവരിക്കാം. കൺസ്ട്രക്ഷൻ, IT, ഹെൽത്ത്, എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയാണ് ഈ മേഖലകൾ. ഫ്രാൻസിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമായിട്ടുള്ളതാണ് ഈ മേഖലകളെല്ലാം. ആയതിനാൽ നല്ല തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ രാജ്യം കൂടുതൽ ലിബറലൈസ് ചെയ്യാൻ നിർബന്ധമായിട്ടുണ്ട്. യൂറോപ്യൻ നെറ്റ്വർക്ക് ഓഫ് എംപ്ലോയീസ് സർവീസ് അഥവാ യൂറോസിന്റെ കണക്കനുസരിച്ച് താഴെ പറയുന്ന മേഖലകളിൽ കൂടുതൽ പ്രൊഫഷണലുകളെ ഫ്രാൻസിന് ആവശ്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവ IT, ഹെൽത്ത്, കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, നഴ്സിംഗ് പ്രൊഫഷണലുകളാണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, ഫാർമസ്യൂട്ടിക്കൽ അസിസ്റ്റന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർമാർ, ഫിസിയോതെറാപ്പിസ്റ്റ്, സിവിൽ എഞ്ചിനീയർമാർ, പവർ എഞ്ചിനീയർമാർ, മെക്കാനിക്കൽ എഞ്ചിനീയർമാർ, സെയിൽസ് മാനേജർമാർ, IT അനലിസ്റ്റുകൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർ എന്നിവരെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഈ രംഗത്ത് തൊഴിൽ കണ്ടുപിടിക്കുന്നതിന് സഹായമായിട്ടുള്ള ഏതാനും വെബ്സൈറ്റുകളുടെ വിവരങ്ങൾ ഞാൻ അനുബന്ധമായി ചേർക്കാം. ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്ന വെബ്സൈറ്റുകൾ സന്ദർശിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഫ്രാൻസ് വിദേശ തൊഴിലാളികൾക്കായി വിവിധങ്ങളായ വിസകൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രധാനപ്പെട്ട വിസകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ടാലന്റ് പാസ്പോർട്ട് വിസ വിദഗ്ധ പ്രൊഫഷണലുകൾക്കും ഗവേഷകർക്കും കലാകാരന്മാർക്കും അനുയോജ്യമായ ദീർഘകാല താമസത്തിനുള്ള മാർഗമാണിത്. EU ബ്ലൂ കാർഡ് വിസ ഉയർന്ന യോഗ്യതയുള്ള നോൺ EU പ്രൊഫഷണലുകൾക്ക് അനുയോജ്യമായ ദീർഘകാല താമസത്തിനും ജോലിക്കുമായിട്ടുള്ള മാർഗമാണിത്. സീസണൽ ജോലി വിസ കാർഷികം, ടൂറിസം പോലുള്ള സീസണൽ മേഖലകളിൽ ഹ്രസ്വകാല ജോലികൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിസയാണിത്. ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ വിസ ഒരേ കമ്പനിക്കുള്ളിൽ ഫ്രാൻസിലേക്ക് മാറുന്ന ജീവനക്കാർക്കുള്ളതാണ് ഈ വിസ. മറ്റ് വിസ ഓപ്ഷനുകൾ ഹ്രസ്വകാല, ദീർഘകാല നിയമനം അടിസ്ഥാനമാക്കി വ്യത്യസ്ത ജോലിയുടെയും നൈപുണ്യ തലങ്ങളുടെയും കാലയളവുകൾ കണക്കാക്കി പലതരം വിസകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. EU കൺട്രികളും സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും നിന്നുള്ള പൗരന്മാർക്ക് വിസ ഇല്ലാതെ ഫ്രാൻസിൽ ജോലി ചെയ്യാം. പക്ഷേ EU ഇതര പൗരന്മാർക്ക് ജോലിക്കായി വിസ നേടണം. വിസയ്ക്കായി വേണ്ട പ്രധാന രേഖകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ഒന്നാമതായി തൊഴിലുടമയിൽ നിന്നും കിട്ടുന്ന ജോബ് ഓഫർ കാർഡ് ഉണ്ടായിരിക്കണം. തൊഴിൽ മന്ത്രാലയം അംഗീകരിച്ച തൊഴിൽ കരാറുള്ള ഒരു എംപ്ലോയർ ആയിരിക്കണം. യോഗ്യതകളുടെ തെളിവ്, സാമ്പത്തിക സ്ഥിരതയുടെ തെളിവ്, സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങി മറ്റ് ചെക്ക് ലിസ്റ്റിൻ പ്രകാരമുള്ള ഡോക്യുമെന്റ് സഹിതം വിസയ്ക്ക് അപേക്ഷിച്ചാൽ ഫ്രാൻസ് കോൺസുലേറ്റിൽ നിന്നും വിസ അനുവദിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ തരുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ഗുഡ് ബൈ.